തവനൂരിലെ മുസ്ലിം ലീഗ് വലിയൊരു പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അതായത് മലപ്പുറം തവനൂരിൽ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചാൽ സൗജന്യ വിദേശയാത്ര എന്ന മുസ്ലിം ലീഗ് നേതാവിന്റെ ഓഫർ തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനമെന്ന് പറയുകയാണ് LDF സ്ഥാനാർത്ഥി KT ജലീൽ. സംഭവത്തിൽ വരണാധികാരി ഉചിതമായ തീരുമാനമെടുക്കണമെന്നും അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ 15 വർഷവും താൻ ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു, അത് തുടരുമെന്നാണ് തന്റെ ഓഫർ എന്ന് KT ജലീൽ മറുപടി നൽകി. പത്രികാ സമർപ്പണവും സൂക്ഷ്മ പരിശോധനയും ഒക്കെ കഴിഞ്ഞു. ഇത്തവണ വോട്ട് ഭൂരിപക്ഷം ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് തവനൂരിൽ KT ജലീൽ വീണ്ടും മത്സര രംഗത്തിറങ്ങുന്നത്. ഇന്നിപ്പോൾ രസകരമായി തോന്നിയൊരു കാര്യം, അങ്ങയുടെ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ വോട്ട് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഓരോ മണ്ഡലം കമ്മിറ്റികൾക്കായിട്ട്, ഒരു ബൂത്ത് കമ്മിറ്റികൾക്കടക്കം ഒരു ഓഫർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, ഒരു വിദേശ യാത്ര. അതിലിപ്പോൾ ജില്ലാ കളക്ടറുടെ ഇടപെടൽ അടക്കം വരുന്നുണ്ട്. അങ്ങ് എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതൊക്കെ ആളുകളെ വെറുതെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതിലൊന്നും യാതൊരു കഴമ്പുമില്ല. അത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമ്മേളനത്തിൽ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞത് തന്നെ ചട്ടലംഘനമാണ്. അതിന് എന്താണോ ചെയ്യേണ്ടത് അത് ജില്ലാ കളക്ടറും ഭരണാധികാരിയുമാണ് എടുക്കേണ്ടത്. നിയമപരമായ പ്രശ്നമുണ്ടോ അതിൽ? ശരിയായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ അത്. അതൊരു ഇൻഡോർ മീറ്റിങ്ങിൽ പറഞ്ഞതുമല്ല, ഒരു ക്ലോസ് ഡോർ മീറ്റിങ്ങിൽ അത് പറഞ്ഞു എന്ന് വെച്ചാൽ അങ്ങനെയാണെന്നെങ്കിലും കരുതാം. ഇതൊരു പൊതുസമ്മേളനത്തിലാണ് പറഞ്ഞത്. അതൊന്നും ഒരു ശരിയായ ജനാധിപത്യ സ്വഭാവത്തിന് ചേരാത്ത കാര്യങ്ങളാണ്. അങ്ങനത്തെ ഓഫറാണ് ജനങ്ങൾക്കും അണികൾക്കൊക്കെ കൊടുക്കുന്നത്? ഞാൻ കൊടുക്കുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 15 വർഷം ജനങ്ങളുടെ ഒരു വെളിപ്പാടകലെ ഞാൻ ഉണ്ടായിരുന്നു. ആരെന്നെ സമീപിച്ചപ്പോഴും ഞാൻ അവരോട് മനുഷ്യസാധ്യമാണെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഒരാളോടും എതിർത്തൊരു കാര്യം പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. 90% കാര്യങ്ങളും ഫലവത്താക്കി അവരെ സന്തോഷിപ്പിച്ച് വിടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. അത്തരം കാര്യങ്ങൾ മാത്രമാണ് ചെയ്ത് കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക. എന്തായാലും അദ്ദേഹം പ്രചരണ വഴിയിലാണ്, ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത കേന്ദ്രത്തിലേക്ക് ഇങ്ങനെ വളരെ തിരക്കിട്ട യാത്രയിലാണ്. എന്തായാലും ഇത്തവണ ഭൂരിപക്ഷം ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് തവനൂരിൽ LDF ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് KT ജലീൽ പറഞ്ഞു വെക്കുന്നത്. ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. UDF സ്ഥാനാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ ലീഡ് നൽകുന്ന ബൂത്ത് കമ്മിറ്റി ഭാരവാഹികൾക്ക് 15 ദിവസം സൗജന്യമായി വിദേശയാത്ര. ഇതായിരുന്നു റിട്ടേൺ ടിക്കറ്റ് അടക്കം ഓഫർ. അത് ഈ ഓഫർ ഒരു പണിയാവാൻ സാധ്യതയുണ്ട്. കളക്ടർ അതിലെ തുടർ നടപടികൾ പരിശോധിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.